iPhone 15 സീരീസ് ലോഞ്ച് ചെയ്തിട്ടുള്ള കാര്യം പലരും അറിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ യെസ് iPhone 15 സീരീസ് ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഇന്നലെ. iPhone 15 സീരീസിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് അറിയേണ്ടതെല്ലാം പറഞ്ഞു തരുന്നുണ്ട്. നമ്മുടെ ടിങ്കു കണ്ണൻ ഇന്നലെ വന്നിട്ട് കാർബൺ എന്നൊരു 1500 തവണയെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും. അതെല്ലാം പോട്ടെ, 4 ഫോണുകളാണ് ലോഞ്ച് ചെയ്തത്. 15, 15 പ്ലസ്, 15 പ്രോ, 15 പ്രോ മാക്സ് എന്നിങ്ങനെ 4 ഫോണുകളാണ് ലോഞ്ച് ചെയ്തത്. ആദ്യം നമുക്ക് എല്ലാവർക്കും അല്ലെങ്കിൽ സാധാരണക്കാർക്ക് വാങ്ങാൻ പറ്റുന്ന ഐഫോൺ ആയിട്ടുള്ള ബേസ് മോഡൽ iPhone 15, 15 പ്ലസിനെ പറ്റിയിട്ട് സംസാരിക്കാം. ഈ 2 ഫോണും ഞാൻ അല്ലെങ്കിൽ ഇതിൻ്റെ സ്പെക്ക് കേട്ട സമയത്ത് ഏറ്റവും എക്സൈറ്റഡ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ, ഒരു iPhone 14 നിന്ന് വരുന്ന ഒരാൾ അല്ലെങ്കിൽ ഒരു പുതിയ iPhone സീരീസിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുന്ന ഒരാൾക്ക് ഡെഫിനറ്റായിട്ട് നല്ലൊരു ഫ്രഷ് ലുക്കും ഫ്രഷ് ഫീലും കൊണ്ടുവരും. കാര്യം എന്താണെന്ന് വെച്ചാൽ, ഏറ്റവും മേജർ ആയിട്ടുള്ള ചേഞ്ച് ഡൈനാമിക് ഐലൻഡ് ഈ ബേസ് മോഡലുകളിൽ കിട്ടുന്നുണ്ട്. കഴിഞ്ഞ വർഷം 14 പ്രോ മാക്സിന് മാത്രമാണ് ഈ ഡൈനാമിക് ഐലൻഡ് കിട്ടിയിരുന്നത്. എനിക്ക് പേഴ്സണലി ഡൈനാമിക് ഐലൻഡ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഇനി ബേസ് മോഡൽ ആയിട്ടുള്ള 15 അല്ലെങ്കിൽ 15 പ്ലസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡൈനാമിക് ഐലൻഡ് കിട്ടും. ഡൈനാമിക് ഐലൻഡിൻ്റെ എല്ലാ ഫീച്ചേഴ്സും നിങ്ങൾക്ക് യൂസ് ചെയ്യാനും പറ്റും. ഇനിയുള്ള മേജർ ആയിട്ടുള്ള ചേഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലാസ്റ്റ് ടൈം നമ്മുടെ 14 പ്രോയിലും 14 പ്രോ മാക്സിൽ യൂസ് ചെയ്തിട്ടുള്ള A16 ബയോണിക് ചിപ്പാണ് നമ്മുടെ 15ൻ്റെ അകത്ത് 15 പ്ലസിൻ്റെ അകത്തും കൊടുത്തിട്ടുള്ളത്. iPhone 15ൻ്റെ സ്ക്രീൻ സൈസ് നോക്കിക്കഴിഞ്ഞാൽ 6.1 ഇഞ്ചിൻ്റെ ഒരു സൂപ്പർ റെറ്റിന XDR ഡിസ്പ്ലേയും, ഇനി iPhone 15 പ്ലസിൻ്റെ നോക്കിക്കഴിഞ്ഞാൽ 6.7 ഇഞ്ചിൻ്റെ ഒരു സൂപ്പർ റെറ്റിന XDR ഡിസ്പ്ലേയും ആണ്. ഇനി ബിൽഡിനെ പറ്റി സംസാരിക്കാം. നമ്മുടെ iPhone 15ൻ്റെ അകത്ത് അലുമിനിയം ഫ്രെയിമിൽ ആപ്പിൾ പറയുന്ന ഒരു വേർഡ് ഉണ്ട്, കളർ ഇൻഫ്യൂസ്ഡ് ഗ്ലാസ്. അങ്ങനെ ഒരു ഗ്ലാസും കൂടി ചേർത്തിട്ടാണ് ഈ ഒരു ഫോൺ വരുന്നത്. കുറച്ച് കളറുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. പിങ്ക് കൊണ്ടുവന്നിട്ടുണ്ട്, അതുപോലെ തന്നെ യെല്ലോ കൊണ്ടുവന്നിട്ടുണ്ട്, ഗ്രീൻ കൊണ്ടുവന്നിട്ടുണ്ട്, ബ്ലൂ കൊണ്ടുവന്നിട്ടുണ്ട്, ബ്ലാക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ബ്ലാക്ക് കളർ എനിക്ക് കുറച്ച് ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്തു. ഞാൻ എപ്പോഴും എനിക്ക് ബ്ലാക്ക് ഇഷ്ടമുള്ളത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല, ബ്ലാക്ക് കുറച്ച് ഹോട്ടായിട്ട് തോന്നി. ഐഫോൺ എന്ന് പറയുന്ന സമയത്ത് തന്നെ ക്യാമറയുടെ കാര്യം നമുക്ക് ഒരിക്കലും മാറ്റി വയ്ക്കാൻ പറ്റില്ല. ക്യാമറയിൽ ഒരു നല്ലൊരു അപ്ഗ്രേഡ് വരുന്നുണ്ട്. അതായത് 15ലും 15 പ്ലസിൻ്റെ അകത്ത് നമുക്ക് 48 മെഗാ പിക്സലിൻ്റെ മെയിൻ സെൻസറും 12 മെഗാ പിക്സലിൻ്റെ ഒരു അൾട്രാ വൈഡ് സെൻസറും പിന്നീട് ഒരു 12 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറയാണ് വരുന്നത്. അത് ഭയങ്കര നല്ലതായിട്ട് എനിക്ക് തോന്നി. അതായത് 48 മെഗാ പിക്സലിൻ്റെ ഈ ഒരു സെൻസർ കുറച്ചുകൂടി എഫിഷ്യൻ്റ് ആണ്. അതുമാത്രമല്ല, കുറച്ചുകൂടി ബെറ്റർ ഫോട്ടോസ് ലോ ലൈറ്റ് കണ്ടീഷനിലും അതുപോലെ തന്നെ പല സിറ്റുവേഷനിലും എടുക്കാൻ പറ്റും എന്നുള്ളതാണ് ആപ്പിൾ പറയുന്നത്. ഇത് ഞാനൊരു കാര്യം പറയട്ടെ, ആപ്പിൾ ഇപ്പം അവരെ പൊക്കി പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ ഇവിടെ ഒന്ന് പറയുന്നത്. ഒരു ഫോൺ കയ്യിൽ കിട്ടി യൂസ് ചെയ്ത് നോക്കിയാൽ മാത്രമേ എത്രത്തോളം അവർ പറയുന്നത് സത്യമാണെന്നൊക്കെ മനസ്സിലാവുള്ളൂ. 15ലും 15 പ്രോ മാക്സിലും നമുക്ക് 3 ഒപ്റ്റിക്കൽ സൂമാണ് വരുന്നത്. ഒരു 2x സൂം, പിന്നീട് ഒരു 1x, പിന്നീട് നമുക്കൊരു 5x. പിന്നെ ഇന്ത്യയിൽ ഇല്ലാത്ത കുറച്ച് എക്സ്ട്രാ നല്ല ഫീച്ചേഴ്സ് ഐഫോണിൻ്റെ അകത്ത് വരുന്നുണ്ട്. അതായത് ക്രാഷ് ഡിറ്റക്ഷനും അതുപോലെ തന്നെ സാറ്റലൈറ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് എമർജൻസി SOS അല്ലെങ്കിൽ നമ്മുടെ ലൊക്കേഷനൊക്കെ ഷെയർ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഫീച്ചറുകൾ. അത് ഇപ്പോൾ 2 രാജ്യങ്ങൾ അവർ, സ്പെയിനും എനിക്ക് തോന്നുന്നു പോർച്ചുഗലാണെന്നുണ്ട്, ഏതോ 2 രാജ്യങ്ങൾ അവർ ആഡ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിൽ നല്ലത് പറയട്ടല്ലോ ഇല്ല. ആപ്പിൾ എന്താണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് അറിഞ്ഞുകൂടാ. ഞാൻ ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് ആയിട്ട് ഇങ്ങനെ ഇപ്പോൾ പറയുമെന്ന് പറഞ്ഞിരുന്നത് അതിൻ്റെ ബാറ്ററി ആയിരുന്നു. എത്ര കപ്പാസിറ്റി ആണെന്നുള്ളത് പ്രിസൈസ് ആയിട്ട് പറയുന്നില്ലെങ്കിലും 20 മണിക്കൂർ വീഡിയോ പ്ലേ ബാക്ക് കിട്ടുമെന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. 20 മണിക്കൂർ പ്ലേ ബാക്ക് ടൈം എന്ന് പറയുമ്പോൾ ചെറിയൊരു കാൽക്കുലേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എത്രയാണ് അതിൻ്റെ ബാറ്ററി ബാക്കപ്പ് എന്നുള്ളത്. അതെല്ലാം വിട്, 20 മണിക്കൂർ വീഡിയോ പ്ലേ ബാക്ക് കിട്ടുമെന്ന് പറയുന്നുണ്ട്. അടുത്ത മേജർ ആയിട്ടുള്ള ചേഞ്ച് USB-C. അതായത് നമ്മുടെ ലൈറ്റ്നിങ് പോർട്ട് എല്ലാം കളഞ്ഞിട്ട് USB-C ആണ് iPhone 15ൻ്റെ അകത്ത് വരുന്നത്. ഈ USB-C വെച്ചിട്ട് തന്നെ നമ്മുടെ iPad ചാർജ് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ നമ്മുടെ ആപ്പിൾ വാച്ച് ചാർജ് ചെയ്യാൻ പറ്റും, എയർപോഡുകൾ ചാർജ് ചെയ്യാൻ പറ്റും. സത്യം പറഞ്ഞാൽ ഒരു ഇതിൻ്റെ കൂടെ കിട്ടുന്ന കേബിള് ഒരു എക്കോസിസ്റ്റമായിട്ട് ഇങ്ങനെ കണക്ട് ചെയ്യുന്നു എന്നൊക്കെയാണ് ടിമ്മണ്ണം പറഞ്ഞത്. കൊള്ളാം. കഴിഞ്ഞ വർഷത്തെ ഐഫോൺസ് പോലെ തന്നെ ഇതിൻ്റെ അകത്തും അവർ കുറച്ച് ഡിസ്പ്ലേ മികവുകളൊക്കെ കൊണ്ട് പറയുന്നുണ്ട്. സെറാമിക് ഷീൽഡ് ഫ്രണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അതായത് ഒരു സ്മാർട്ട് ഫോണിലും ഇല്ലാത്ത ടഫസ്റ്റ് അല്ലെങ്കിൽ ഏറ്റവും കട്ടി കൂടിയ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട് ഗ്ലാസ് എന്നാണ് പറയുന്നത്. അത് മേ ബി ആയിരിക്കാം, ചാൻസ് ഉണ്ട്. എയറോസ്പേസ് ഗ്രേഡഡ് ആയിട്ടുള്ള അലുമിനിയം ഇതിനകത്ത് യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ആ ഇവൻറ്റിനകത്ത് 40 പറഞ്ഞിട്ടുള്ള റീസൈക്ലിങ്ങും കാർബൺ എമിഷൻ ഇല്ലാത്ത പ്ലാസ്റ്റിക് ഒക്കെ റിഡ് ഓഫ് ചെയ്തിട്ടുള്ള ഒരു ഫോണാണ് iPhone 15. 15നും 15 പ്ലസും നമുക്ക് 3 സ്റ്റോറേജ് വേരിയൻറ്റിലാണ് വരുന്നത്. 128 GB, 256 GB, 512 GB. എന്നാൽ 15 പ്രോ മാക്സ് അതിലേക്ക് വരാം. അതിന് 1 TB വരെ നമുക്ക് സ്റ്റോറേജ് കിട്ടുന്നുണ്ട്. ഫൈനലി നമ്മുടെ സിമ്മിൻ്റെ കാര്യം. നമുക്ക് ഡുവൽ സിം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഡുവൽ സിം എന്ന് കേൾക്കുമ്പോൾ ഞെട്ടണ്ട. ഒരു ഫിസിക്കൽ സിമ്മും ഒരു സിമ്മും നമുക്ക് ഉപയോഗിക്കാം, അല്ലെങ്കിൽ 2 സിമ്മും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. സിമ്പിൾ. യെസ്, നമ്മുടെ iPhone 15ൻ്റെ കാര്യം, 15 പ്ലസിൻ്റെ കാര്യം കഴിഞ്ഞു. ഞാനൊരു ചെറിയൊരു കൺക്ലൂഷൻ പറയാം. 15 പ്ലസിൻ്റെ കാര്യം വെച്ചിട്ടാണ്. നിങ്ങളിപ്പോൾ iPhone 14 അല്ലെങ്കിൽ 14 ഉപയോഗിക്കുന്നവർ ഭയങ്കര കുറവായിരിക്കും.
13 ഉപയോഗിക്കുന്നവരായിരിക്കും കൂടുതൽ. iPhone 13 ഉപയോഗിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ iPhone 15ലേക്ക് അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ സ്വിച്ച് ചെയ്യാനായിട്ട് എന്തെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ട് അല്ലെങ്കിൽ കണ്ണും പൂട്ടി നിങ്ങൾക്ക് സ്വിച്ച് ചെയ്യാൻ പറ്റും. iPhone 15 അല്ലെങ്കിൽ iPhone 15 Plus ഒരു ബെറ്റർ ചോയ്സ് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അതിനകത്ത് നമുക്ക് ഡൈനാമിക് ഐലൻഡ് കിട്ടുന്നുണ്ട്, ഒരു ഫ്രഷ് ലുക്ക്, ഫ്രഷ് ഫീൽ നമുക്ക് എന്തായാലും ഡെഫിനറ്റ്ലി ഫീൽ ചെയ്യും. അതുപോലെ തന്നെ നല്ലൊരു ക്യാമറ സെറ്റപ്പ് വരുന്നുണ്ട്, നല്ലൊരു ചിപ്പ് സെറ്റ് വരുന്നുണ്ട്, നല്ലൊരു ബാറ്ററി ബാക്കപ്പും വരുന്നുണ്ട്. ഇതെല്ലാം ലാസ്റ്റ് ടൈമിൽ എത്ര രൂപയായിരുന്നോ നമ്മുടെ iPhone 14 ഉണ്ടായിരുന്നത് അതേ പ്രൈസിൽ തന്നെയാണ്. പ്രൈസിൽ ഒരു ചേഞ്ചും ഇല്ല. അതൊരു നല്ല കാര്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു. കാര്യം ഞാൻ കുറേ ഫോറത്തിൽ വായിച്ചെന്താണെന്ന് വെച്ചാൽ iPhone 15 കുറച്ച് എക്സ്പെൻസീവ് ആയിരിക്കും എന്നാണ്. എന്നാൽ എക്സ്പെൻസീവ് എന്നല്ല, ലാസ്റ്റ് ടൈം എത്രയായിരുന്നോ പ്രൈസ് അതേ പ്രൈസ് തന്നെയാണ് നമുക്ക് ഇവിടെയും കിട്ടുന്നത്. iPhone 15 79,900 രൂപയും iPhone 15 Plusന് 89,900 രൂപയാണ് പ്രൈസ്. ഫെയർ ആയിട്ടുള്ളൊരു പ്രൈസ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇനി നമ്മുടെ ബിഗർ പിക്ചറിലേക്ക് പോകാം. iPhone 15 Pro, 15 Pro Max. ഇവിടെയാണ് കാര്യങ്ങൾ കുറച്ചൊക്കെ ഒന്ന് കോംപ്ലിക്കേറ്റഡ് ആവുന്നത്. കുറച്ച് ബിഗർ അപ്ഗ്രേഡ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ ഇവിടെ വരുന്നുണ്ട്. സ്ക്രീൻ സൈസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ iPhone 15 Proയ്ക്കകത്ത് 6.1 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേയും iPhone 15 Pro Maxൻ്റെ അകത്ത് 6.7 ഇഞ്ചിൻ്റെ ഒരു സൂപ്പർ റെറ്റിന XDR ഡിസ്പ്ലേ ആണ് വരുന്നത്. പ്രൊമോഷൻ ടെക്നോളജി അതുപോലെ തന്നെ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഒക്കെ ഇതിനകത്തുണ്ട്. എന്നാൽ 15ലും 15 Plusലും പ്രൊമോഷനും ഓൾവേസ് ഓൺ ഡിസ്പ്ലേയും ഇല്ല എന്നുള്ള കാര്യം നിങ്ങളൊന്ന് നോട്ട് ചെയ്തിരിക്കുക. പ്രൊമോഷനും ഓൾവേസ് ഓൺ ഡിസ്പ്ലേയും പ്രോ സീരീസിൽ മാത്രമേ ഉള്ളൂ. അടുത്ത മേജർ ആയിട്ടുള്ള ചേഞ്ച് A17 Pro ചിപ്സെറ്റ് ആണ് നമ്മുടെ പ്രോ സീരീസിൽ iPhone 15 Pro ആൻഡ് 15 Pro Maxൻ്റെ അകത്ത് വരുന്നത്. A17 Pro എന്ന് പറഞ്ഞിട്ട് ഇത് മൊത്തത്തിൽ കുറേ പ്രോ അങ്ങോട്ടും ഇങ്ങോട്ടും കയറിയിട്ട് തുടങ്ങുന്നുണ്ട്. എന്നാലും ഞാൻ പറയാണ്, കം ഡൗൺ. യെസ്, A17 Pro എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചിപ്സെറ്റ് അവന്മാർ കൊണ്ടുവന്ന് ഉണ്ടാക്കിയിട്ടുണ്ട്. അതാണ് അതിനകത്തുള്ള പുതിയ സാധനം. ഇനി അടുത്ത വർഷത്തെ ഞാൻ പറഞ്ഞുതരാം. ഈ A17 Pro എന്ന് പറഞ്ഞിട്ടുള്ള ചിപ്സെറ്റിനെ എടുത്തിട്ട് iPhone 16ൻ്റെ അകത്തേക്ക് കയറ്റും, 16ലും 16 Plusൻ്റെ അകത്ത്. എന്നിട്ട് iPhone 16 Pro, 16 Pro Maxൻ്റെ അകത്ത് A18 Pro Max എന്നും പറഞ്ഞിട്ട് വേറൊരു ചിപ്സെറ്റ് കൊണ്ടുവരും. കിഴങ്ങന്മാർ. ഇനി മെയിനായിട്ട് നമ്മളെല്ലാവരും നോക്കി കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ക്യാമറ. വലിയ മാറ്റമൊന്നുമില്ല, നോക്കിയിരിക്കേണ്ട. ആകെയുള്ളത് 48 മെഗാ പിക്സലിൻ്റെ ഒരു മെയിൻ സെൻസർ, അതുപോലെ തന്നെ 12 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡും 12 മെഗാ പിക്സലിൻ്റെ ടെലിഫോട്ടോയും. ഇതിനകത്ത് നമുക്ക് ആപ്പിൾ പറയുന്നത് ലോ ലൈറ്റ് ഫോട്ടോഗ്രാഫി ഒക്കെ ഭയങ്കര അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും. ഇതിനകത്ത് കുറച്ച് AI ബേസ്ഡ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ കുറച്ച് ടെക്നോളജീസ് ഒക്കെ കൊണ്ടുവരുന്നുണ്ട്. കുറേ പിക്സൽസ് എല്ലാം കൂട്ടിച്ചേർത്തിട്ട് മാക്സിമം ക്വാളിറ്റിയിലുള്ളതും മാക്സിമം റെസൊല്യൂഷനിലുള്ള ഫോട്ടോസ് നമുക്ക് ലോ ലൈറ്റിലും അതുപോലെ തന്നെ ഏതൊരു കണ്ടീഷനിലും കിട്ടുന്നതായിട്ട്. ഇതെല്ലാം ഓൺ പേപ്പർ എഴുതി വെച്ചിട്ടുള്ളതാണ്. ഇത് കയ്യിലെടുത്ത് വെച്ച് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ഇതൊക്കെ അങ്ങനെയാണോ അല്ലേ എന്നുള്ളത് മനസ്സിലാവുള്ളൂ. വാട്ട് എവർ ഇറ്റ് ഈസ്, ബാക്കി കാര്യങ്ങളിലേക്ക് പോകാം. iPhone 15 Proയിൽ 23 മണിക്കൂറാണ് നമ്മുടെ വീഡിയോ പ്ലേബാക്ക് ടൈമും. എന്നാൽ iPhone 15 Pro Maxൻ്റെ അകത്ത് 29 മണിക്കൂറാണ് പ്ലേബാക്ക് ടൈം. അപ്പോൾ ഏറ്റവും നല്ലൊരു ബാറ്ററി ബാക്കപ്പ് ഉള്ള ഐഫോൺ ചൂസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ iPhone 15 Pro Max ആയിരിക്കും നിങ്ങൾക്ക് പറ്റിയ ചോയ്സ്. മേജർ ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ ഇത്രയാണ്. എന്നാൽ നിങ്ങൾക്ക് ഇപ്പോഴും ഒരു കൺഫ്യൂഷൻ കാണും. ഓക്കെ, iPhone 15 Pro, അപ്പോൾ ഈ 15ലും 15 Proയിലും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. ആദ്യം തന്നെ ഇതിൻ്റെ ബിൽഡിൽ വലിയൊരു വ്യത്യാസമുണ്ട്. അതായത് iPhone 15 Pro സീരീസ്, പ്രോ ആയാലും പ്രോ മാക്സ് ആയാലും ടൈറ്റാനിയം ഫ്രെയിമിലാണ് ബിൽഡ് വരുന്നത്. അതുപോലെ തന്നെ മാറ്റ് ഗ്ലാസ് ബ്ലാക്കുമാണ് വരുന്നത്. എന്നാൽ നമ്മുടെ 15 Plus നോക്കിക്കഴിഞ്ഞാൽ അലുമിനിയം ഫ്രെയിമാണ്. അടുത്തതായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ പ്രോയ്ക്കകത്ത് 3 ക്യാമറയുണ്ട്. നമ്മുടെ നോർമൽ 15ലും 15 Plusൻ്റെ അകത്ത് 2 ക്യാമറയേ ഉള്ളൂ. ബട്ട് 15 Plus ആൻഡ് 15 ഭയങ്കര നല്ല ചോയ്സ് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. കാര്യം അവരുടെ ലാസ്റ്റ് ടൈം ക്യാമറയെക്കാളും കുറച്ചൊരു ഇമ്പ്രൂവ്മെൻറ്റ് അവർ ഇതിനകത്ത് ഡെഫിനറ്റ്ലി കൊണ്ടുവന്നിട്ടുണ്ട്. സ്ക്രീനിലും ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്, വിച്ച് ഈസ് വെരി നൈസ്. അടുത്ത ചേഞ്ച് സ്റ്റോറേജിലാണ്. iPhone 15 Pro സീരീസിന് നമുക്ക് 1 TB വരെ സ്റ്റോറേജ് വേരിയൻറ്റ് കിട്ടുന്നുണ്ട്. നിങ്ങൾക്കിപ്പോൾ 1 TB വരെയൊക്കെ യൂസ് ചെയ്യേണ്ടവരാണെന്നുണ്ടെങ്കിൽ, അത്രയും കാശ് സ്പെൻഡ് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഡിസ്പ്ലേയിലാണ് ഏറ്റവും മേജർ ആയിട്ടുള്ള കുറേ ചേഞ്ചസ് വരുന്നത്. അതായത് നമുക്ക് പ്രൊമോഷൻ ടെക്നോളജി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓൾവേസ് ഓൺ ഡിസ്പ്ലേയും നമുക്ക് പ്രോ സീരീസിൽ മാത്രമേ ഉള്ളൂ. നമ്മുടെ 15ലും 15 Plusൻ്റെ അകത്തും ഇല്ല. ക്യാമറയിലേക്ക് വരുന്ന സമയത്ത് നൈറ്റ് മോഡ് പോർട്രേറ്റ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഫീച്ചർ പ്രോ വേരിയൻസിലുണ്ട്. എന്നാൽ 15ലും 15 Plusൻ്റെ അകത്തും ഇല്ല. മാക്രോ ഫോട്ടോഗ്രാഫി ഫീച്ചർ നമ്മുടെ 15 Proയ്ക്കും 15 Pro Maxനും മാത്രമേ ഉള്ളൂ. 15നും 15 Plusനും ഇല്ല. അതുപോലെ തന്നെ ആപ്പിൾ റോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫീച്ചർ ഉണ്ട്. അതായത് റോ ഫോട്ടോസ് എടുക്കുക എന്നുള്ളത്. അത് നമ്മൾക്ക് 15 Pro സീരീസിന് മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, കുറേ പ്രോ വാരി വലിച്ച്, അതായത് ഇങ്ങനെ പേരൊന്നും കിട്ടാതിരിക്കപ്പം അവർക്ക് ആകെയുള്ള സാധനം പ്രോയാണ്. ആ പ്രോയിനെ അവിടെ ഇവിടെയൊക്കെ വാരി ഇട്ട് നശിപ്പിച്ച് വെച്ചിട്ടുണ്ട്. 15 Proയ്ക്കകത്തും 15 Pro Maxൻ്റെ അകത്തും ലോഗിൽ നമുക്ക്, അതായത് നമുക്ക് കളർ ഗ്രേഡ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ലോഗിൽ ഷൂട്ട് ചെയ്യാൻ പറ്റും.
അത് നമുക്ക് 15ലും 15 പ്ലസിനകത്തും കിട്ടില്ല, അതായത് ബേസ് മോഡലിൽ കിട്ടില്ല. മാക്രോ വീഡിയോ റെക്കോർഡിംഗ്, അതുപോലെ തന്നെ സ്ലോ മോഷൻ, ടൈം ലാപ്സ്, ഇതേപോലുള്ള അതായത് മാക്രോ ടൈം ലാപ്സും മാക്രോ സ്ലോ മോഷനും പ്രോ സീരീസിൽ മാത്രമേ ഉള്ളൂ. പിന്നെ ഇത് എല്ലാവർക്കും യൂസ്ഫുൾ ആണോ എന്ന് എനിക്കറിയില്ല. അതായത് i15 Pro സീരീസിൻ്റെ അകത്ത് പ്രോ സീരീസിൻ്റെ അകത്ത് നമുക്ക് ത്രെഡ് നെറ്റ്വർക്കിംഗ് ടെക്നോളജി എന്ന് പറഞ്ഞൊരു സംഭവം വരുന്നുണ്ട്. അതായത് ഒരുപാട് IoT ഡിവൈസുകളെ നമുക്കൊരു ക്ലസ്റ്ററായിട്ട് പെട്ടെന്ന് നമ്മുടെ ഫോണിൻ്റെ അകത്ത് കണക്ട് ചെയ്ത് വെക്കുന്ന ഒരു ഫീച്ചറാണ്. അത് നമുക്ക് പ്രോ സീരീസിൽ മാത്രമേ ഉള്ളൂ. ഫൈനലായിട്ടുള്ളൊരു ചേഞ്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് തന്നെ എനിക്ക് തോന്നുന്നു. ലൈഡാർ സെൻസേഴ്സിൽ നമ്മുടെ ലൈഡാർ പ്രോ സീരീസിൽ മാത്രമേ ഉള്ളൂ, ബേസ് വേരിയൻറ്റിലില്ല. ഫൈനലായിട്ടുള്ള നമ്മുടെ വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ കളേഴ്സ് തന്നെയാണ്. ടൈറ്റാനിയം ന്യൂട്രൽ, ടൈറ്റാനിയം ബ്ലൂ, വൈറ്റ് ടൈറ്റാനിയം, ബ്ലാക്ക് ടൈറ്റാനിയം, അങ്ങനെ കുറേ ടൈറ്റാനിയങ്ങൾ ഇറക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഏത് കളറാണോ വേണ്ടത് അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഇനി മേജർ ആയിട്ടുള്ള കാര്യം ഇതിൻ്റെ പ്രൈസിങ്സ് ആണ്. നമ്മുടെ iPhone 15 Pro സ്റ്റാർട്ട് ചെയ്യുന്നത് 1,34,900 രൂപയ്ക്കും iPhone 15 Pro Max സ്റ്റാർട്ട് ചെയ്യുന്നത് 1,59,900 രൂപയ്ക്കുമാണ്. അതായത് 1,35,000 രൂപയും 1,60,000 രൂപയാണ് പ്രൈസ് എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ ഇന്ത്യക്കകത്തുനിന്ന് വാങ്ങുന്ന സമയത്താണ് ഈ ഒരു പ്രൈസ്. നിങ്ങൾക്കിനി പുറത്തൊക്കെ ആളുകളുണ്ടെങ്കിൽ, നിങ്ങളുടെ ഫ്രണ്ട്സോ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പുറത്തുനിന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടി റേറ്റ് കുറയാൻ ചാൻസ് ഉണ്ട്. സോ അത് നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഐഫോണിനെ കുറിച്ചിട്ടുള്ള വീഡിയോ. മാക്സിമം കാര്യങ്ങൾ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെന്ന് തന്നെയാണ് കരുതുന്നത്. യെസ്, എൻ്റെ അൾട്ടിമേറ്റ് റെക്കമെൻഡേഷൻ എപ്പോഴും നിങ്ങൾ iPhone 15 അല്ലെങ്കിൽ 15 പ്ലസിലേക്കുള്ള ഒരു അപ്ഗ്രേഡ് ആയിരിക്കും. നിങ്ങളിപ്പോൾ iPhone 13 സീരീസോ 14 സീരീസോ യൂസ് ചെയ്യുന്നെങ്കിൽ iPhone 15 Pro 15 Pro Max എന്ന് പറയുന്നത് ഒരു നെയിം സ്ലിപ്പും കൂടി വാങ്ങിച്ചിട്ട് iPhone 15 Pro Max ആണ് എന്ന് എഴുതി വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് നാട്ടുകാർക്ക് മനസ്സിലാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യണം, നാഴിക്ക് 40 വട്ടം പറഞ്ഞുകൊണ്ട് നടക്കണം 15 Pro Max, 15 Pro Max, ഹലോ 15 Pro Max. ആരെങ്കിലും കോൾ വിളിക്കുന്ന സമയത്ത് കോൾ എടുത്തിട്ട് ഹലോ 15 Pro Max ഉള്ള അമലാണ് സംസാരിക്കുന്നത്, പറയൂ, ഇങ്ങനെ പറയേണ്ടി വരും. ഗതികേട്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ, ടാറ്റ.